പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രഭാതത്തിൽ ദൈവവചനം കേൾക്കുവാൻ എത്ര ഭാഗ്യമാണ് പ്രിയമുള്ളവരെ. ഈ വചനം നമ്മുടെ ഉള്ളിൽ എന്നും ഒരു അനുഗ്രഹമായി ദൈവം മാറ്റുവാൻ ഇടവരട്ടെ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 21 മുതലുള്ള വചനഭാഗത്ത് നമ്മൾ ചിന്തിച്ച ഭാഗമാണ് ദൈവം വലിയ തിമിംഗലങ്ങളെയും വെള്ളത്തിൽ കൂട്ടമായി ജനിച്ച് പെരുകുവാൻ ദൈവം കൽപ്പിക്കുകയാണ് ചെയ്തത്. അതാത് തരം ജീവജന്തുക്കളും അതാത് തരം പർവ്വജാതികളും സൃഷ്ടിച്ചത് നല്ലതെന്ന് ദൈവം കണ്ടു. നിങ്ങൾ വർദ്ധിച്ച് പെരുകി സമുദ്രത്തിലെ വെള്ളത്തിൽ നിറയുവിൻ, പർവ്വജാതി ഭൂമിയിൽ പെരുകട്ടെ എന്ന് കൽപ്പിച്ചു. ദൈവം അവയെ അനുഗ്രഹിച്ചു. സന്ധ്യയായി, ഉഷസ്സായി 5-ാം ദിവസം. അതാത് തരം കന്നുകാലി, ഇഴജാതി, കാട്ടുമൃഗം, ഇങ്ങനെ അതാത് തരം ജീവജന്തുക്കൾ ഭൂമിയിൽ നിന്ന് ഉളവാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ദൈവം പറഞ്ഞപ്പോഴെല്ലാം ഇതുണ്ടായി. അതുപോലെ തന്നെ സംഭവിച്ചു. ദൈവം എന്ന് പറഞ്ഞാലേ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ അവസ്ഥകളെ മാറ്റുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്. ഇത് മാറ്റിയൊരു ദൈവത്തെയാണ് നമ്മൾ അനുഭവിക്കുന്നത്. ഇവിടെ ഇതുപോലെ ശൂന്യതയിലെല്ലാം ഉണ്ടാക്കിയ ഒരു കർത്താവ് നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് ഇന്ന് വെളിപ്പെട്ടിരിക്കുന്നുവെന്ന് നമ്മൾ തിരിച്ചറിയണം. ദൈവത്തിന്റെ മഹത്വം അത്ര വലുതാ പ്രിയമുള്ളവരെ. അതാത് തരം കന്നുകാലികളും ഇഴജാതികളെയും കാട്ടുമൃഗങ്ങളെയും ജീവജന്തുക്കൾ ഭൂമിയിൽ നിന്ന് ഉളവാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ഇങ്ങനെ ദൈവം അതാത് തരം കാട്ടുമൃഗങ്ങളെയും അതാത് തരം കന്നുകാലികളെയും അതാത് തരം ഭൂചര ജന്തുക്കളെയും ഉണ്ടാക്കി നല്ലതെന്ന് ദൈവം കണ്ടു. അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് ദൈവത്തിന് തോന്നി. പ്രൈസ് ദി ലോർഡ്. ദൈവം ഇതെല്ലാം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞതിന് ശേഷമാണ് അവസാനം അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിലും നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക, അവർ ഭൂമിയിലുള്ള സമുദ്രത്തിലും മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതിന്മേലും മൃഗങ്ങളുടെ മേലും സർവ്വഭൂമിയിലും മേലും ഇഴയുന്ന എല്ലാ ഇഴജാതികളുടെ മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. കാരണം ദൈവമാണ് ആകാശത്തിൽ, ഭൂമിയിൽ, സമുദ്രത്തിൽ ഇതിന്റെ എല്ലാം മേലെ വാഴുവാൻ തക്കവണ്ണം മനുഷ്യനെ സൃഷ്ടിച്ചത്. മനുഷ്യന് ഇന്ന് പാമ്പിനെ ഭയം, ഇന്ന് തേളിനെ ഭയം. കാരണം മനുഷ്യനെ വാഴാൻ വേണ്ടിയാണ് മനുഷ്യനെ അനുസരിക്കുന്ന മൃഗങ്ങളാക്കിയിട്ടാ ദൈവം ഇതിന്റെ മേൽ അധികാരത്തോടുകൂടെ നിർത്തിയിരിക്കുന്നത്. പാപമാണ് ഭയത്തിനു കാരണം. പാപം നമ്മുടെ അകത്തുനിന്ന് പോയാൽ ഭയം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകില്ല. മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം ഇവരുടെ എല്ലാവരുടെ മേൽ വാഴാൻ വേണ്ടിയാ ദൈവം സൃഷ്ടിച്ചത്. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ച് ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമി നിറഞ്ഞു, അതിനെ അടക്കി, സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതികളുടെ മേലും സകല ഭൂചര ജന്തുക്കളുടെ മേലും വാഴുവിനെന്ന് അവരോട് കൽപ്പിച്ചു. കണ്ടോ, സകലതിന്റെ മേലും അധികാരം കൊടുത്ത നമ്മുടെ കർത്താവ് ഈ അധികാരത്തോടു കൂടിയാ നമ്മൾ ഈ ഭൂമിയിൽ ദൈവസന്നിധി നിൽക്കുന്നതെന്ന് ഓർക്കണം. തന്റെ മക്കൾ എത്ര ഭാഗ്യമുള്ളവരാണ്, എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാണ്. കർത്താവിന്റെ മഹത്വം നമ്മുടെ എല്ലാവരുടെ മേലും വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. നന്ദിയോടെ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.